നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫിനാലയിൽ മിഡ് വീക്ക് എവിക്ഷന് പുറത്തായ ആദിലയും പിന്നെ നൂറയും വീണ്ടും ലാലേട്ടൻ സ്റ്റേജിലോട്ട് വിളിക്കുകയും അവരുടെ ഇതുവരെയുള്ള ലൈഫ്, ബിഗ് ബോസിലെ ലൈഫ് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമോഷൻസൊക്കെ ആയിരുന്നു. കാരണം അത്രത്തോളം നല്ലതായിരുന്നു. രണ്ടു പേരുടെയും ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് കാണിച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ പറയുന്നത് വെച്ചാൽ ഫ്ലവറായിട്ട് വന്ന് പിന്നെ ഇപ്പോൾ പുലിക്കുട്ടികളായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഫ്ലവറുമാണ് പുലിക്കുട്ടികളുമാണെന്നാണ് പറയുന്നത്. അതിലെയാണ് പറയുന്നത്. പിന്നീട് ലാലേട്ടൻ എല്ലാം വീഡിയോസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതായത് ഇവരുടെ ബാക്ക് ടു ഇതുണ്ടല്ലോ, ബിഗ് ബോസിലെ ജീവിതം 100 ദിവസത്തെ, 100 ആദിലെ 95 ദിവസവും 99 ദിവസവുമാണ് അവിടെ ഉണ്ടായിരുന്നത് ബിഗ് ബോസിൽ. അപ്പോൾ അത്രയും ഒരു ജേർണി അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ചൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ആ വാക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന്. അപ്പോൾ നൂറയാണെന്ന് തോന്നുന്നു പറയുന്നു, ലാലേട്ടൻ്റെ വീട്ടിലോട്ട് വിളിക്കാമെന്നായിരുന്നു എന്ന്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അത് തന്നെയാണ്, നിങ്ങളെ 2 പേരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾക്ക് 2 പേർക്കും എപ്പോഴാണോ സൗകര്യമുള്ളത് ആ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് ലാലേട്ടൻ ഗ്രാൻഡ് ഫിനാലയിൽ വേദിയിൽ പറയുകയാണ്. അത് അതിലേക്കും നൂറയ്ക്കും വലിയൊരു ഒരു ഭാഗ്യം തന്നെയാണെന്ന് പറയാം. കാരണം അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ബിഗ് ബോസിനകത്തേക്ക് വന്നത്. ആ ബിഗ് ബോസിൽ തന്നെ അവരെ ഡിഗ്രേഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈവൻ അവിടെ ലക്ഷ്മിയൊക്കെ അതിലെ നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതിൽ നിന്നെല്ലാം ഇതാക്കിക്കൊണ്ടാണ് ലാലേട്ടൻ പറയുന്നത്, നിങ്ങൾ 2 പേരും എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് ആ ബിഗ് സ്റ്റേജിൽ തന്നെ പറയുകയാണ് ഉണ്ടായത്. അതിനോടൊപ്പം തന്നെ ക്യാമറ ലക്ഷ്മിയെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ലക്ഷ്മിക്ക് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു വലിയ അടിയായിട്ട് തന്നെ പറയണം ഈ കാര്യം പറയുമ്പോൾ ലക്ഷ്മിയെ കാണിക്കുന്നതും.